Hi dears, welcome back to Mayflower. Today we are discussing the novel Moby Dick written by Herman Melville. Herman Melville is a famous American writer. He is a novelist and a poet and also a short story writer who belonged to the American Renaissance period. അമേരിക്കൻ റിനൈസൻസ് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വളരെ പ്രശസ്തനായ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതേപോലെ കവിയാണ്, നോവലിസ്റ്റ് ആണ് ഹെർമൻ മെൽവിലി. അദ്ദേഹത്തിന്റെ മോബി ഡിക്ക് എന്ന നോവലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദ ടൈറ്റിൽ മോബി ഡിക്ക് ഇസ് ഓൾസോ നോൺ ആസ് ദ വെയിൽ. മോബി ഡിക്ക് എന്ന ടൈറ്റിൽ മാറ്റുന്നതിന് മുന്നേ അത് ദ വെയിൽ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ദ വെയിൽ ഓർ മോബി ഡിക്ക്, ഇതാണ് ഇതിന്റെ ടൈറ്റിൽ. And this novel is regarded as the magnum opus of Herman Melville. Magnum opus means chief work or masterpiece. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് ആയിട്ട് കണക്കാക്കുന്ന വർക്കാണ് ഈ മോബി ഡിക്ക് എന്ന ഈ നോവൽ. ആൻഡ് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് അമേരിക്കൻ നോവൽസ്. അമേരിക്കൻ നോവലുകളിൽ ശ്രേഷ്ഠമായ ഒന്നാണ് മോബി ഡിക്ക് എന്ന ഈ നോവൽ. It was published in 1851 at London. ലണ്ടനിലാണ് 1851 ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു നഥാനിയൽ ഹാത്തോൺ. നഥാനിയൽ ഹാത്തോൺ സ്കാർലറ്റ് ലെറ്റർ എന്ന പ്രശസ്ത നോവൽ എഴുതിയ നഥാനിയൽ ഹാത്തോണിന് ഡെഡിക്കേറ്റ് ചെയ്താണ് ഈ നോവൽ എഴുതപ്പെട്ടത്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 155 ചാപ്റ്റേഴ്സ്. ഈ നോവലിന് 135 ചാപ്റ്ററുകളാണുള്ളത്. ആൻഡ് നമ്മൾ പറഞ്ഞു it is dedicated to Nathaniel Hawthorne. Nathaniel Hawthorne, സ്കാർലറ്റ് ലെറ്റർ എന്ന വളരെ പ്രശസ്തമായ കൃതിയാണ്. ആ നോവലിസ്റ്റായ നഥാനിയൽ ഹാത്തോണിനാണ് ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. The novel begins with the invocation of the narrator, call me Ismail. ഈ നോവലിന്റെ തുടക്കത്തിൽ തന്നെ ഈ നരേറ്റർ പറയുന്നു, കോൾ മീ ഇസ്മയിൽ, എന്നെ ഇസ്മയിൽ എന്ന് വിളിക്കൂ. അതായത് the narrator of the story is Ismail, and he is just like the biblical counterpart who is an outcast who turns to the sea for meaning and tries for his final voyage of the Pequod, a whaling ship. ഇസ്മയിൽ എന്ന നരേറ്റർ, അദ്ദേഹം നമ്മുടെ ബിബ്ലിക്കൽ ക്യാരക്ടറായ ഇസ്മയിലിന് തുല്യനാണ്. നമുക്കറിയാം ഈ നോവല് we can see many religious resemblance. ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട് പല പേരുകൾ, കഥാപാത്രങ്ങളുടെ പല പേരുകളും ബൈബിളിലെ കഥാപാത്രങ്ങളുമായിട്ട് ചേരുന്നതായിട്ട് നമുക്ക് തോന്നും. അങ്ങനെയുള്ള ഒരു നോവലാണിത്. അതിൽ ഇസ്മയിൽ എന്ന കഥാപാത്രം ബൈബിളിലെ ഇസ്മയിൽ എന്ന ആ ഒരു കഥാപാത്രവുമായിട്ട് സാമ്യമുള്ള ആളാണ്. ഇതില് നേരത്തെ, അതായത് ബൈബിളിലെ ഇസ്മയിലിനെ പോലെ തന്നെ ഒരു ഔട്ട്കാസ്റ്റ് ആണ്, സമുദായത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇസ്മയിൽ. അദ്ദേഹം കടലിലേക്ക് പോകുന്നു, തന്റെ ജീവിത യാഥാർത്ഥ്യം തേടി കടലിലേക്ക് പോകുന്നു. ലാസ്റ്റ് വോയേജ് ആണ്. പെക്കോഡ് എന്ന ഒരു വെയിലിംഗ് ഷിപ്പ്, കപ്പലില് അദ്ദേഹം യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു. ആൻഡ് ദ ക്യാരക്ടേഴ്സ് റിമൈൻഡ് us ഓഫ് ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ്. ഈ കഥയിൽ ഉള്ള കഥാപാത്രങ്ങൾ, ആഹാബ് എന്ന കഥാപാത്രം, അതേപോലെ ഇസ്മയിൽ, ഇവരൊക്കെ ബൈബിളിലെ കഥാപാത്രങ്ങളെ നമുക്ക് ഓർമ്മിപ്പിക്കുന്നു. The ship's captain is Ahab, who is losing his mind recently. ഈ ഷിപ്പിന്റെ വെയിലിംഗ് ഷിപ്പാണ്, പെക്കോഡ് എന്നാണ് ഷിപ്പിന്റെ പേര്. ഈ ഷിപ്പിന്റെ കപ്പിത്താനാണ് അഹാബ്. ആൻഡ് ഹി ഈസ് ലൂസിങ് ഹിസ് മൈൻഡ്. അടുത്ത കാലത്തായി മനസ്സിനൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത വ്യക്തിയാണ് അഹാബ്. ഇസ്മയിൽ ആൻഡ് ഹിസ് ഫ്രണ്ട് ക്വിക്കർ, Ahab's first mate Starbuck also recognized the problem. ഈ അഹാബിന്റെ ഈ ഒരു ഇൻസ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് അത് മനസ്സിലാക്കുന്ന വ്യക്തികളാണ് ഇസ്മയിൽ, അതേപോലെ തന്നെ ഇസ്മയിലിന്റെ സുഹൃത്തായ കീക്വക്, അതേപോലെ ആഹാബിന്റെ ചങ്ങാതിയായ സ്റ്റാർബക്ക്. ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു മാനസിക സ്റ്റെബിലിറ്റി ഇല്ലായ്മ മനസ്സിലാക്കുന്നു. സ്റ്റാർബക്ക് is the only person who opposes the possessive behavior of Ahab. ആഹാബിന്റെ പൊസസീവ് നേച്ചറിനെ എതിർക്കുന്ന ഒരു ഒബ്സസീവ് നേച്ചറാണ്. ആ നേച്ചറിനെ എതിർക്കുന്ന ഒരേ ഒരു വ്യക്തിയും സ്റ്റാർബക്കാണ്. നമ്മൾ പറഞ്ഞു ഹിസ് ഫസ്റ്റ് മേറ്റ്. ആഹാബിന്റെ ആദ്യത്തെ ചങ്ങാതിയാണ് സ്റ്റാർബക്ക്. അദ്ദേഹമാണ് ആഹാബിന്റെ ഈ സ്വഭാവത്തെയൊക്കെ എതിർക്കുന്നത്. Pequod's owners
Peleg and Bildad explain Ismail and Kigeth that Ahab is still recovering from an encounter with a large whale named Moby Dick. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ആഹാബിന് ഇപ്പൊ അടുത്ത കാലത്താണ് മനസ്സിലൊരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ തോന്നുന്നത്. അതിന് കാരണമായിട്ട് ഈ കപ്പലിന്റെ ഉടമസ്ഥന്മാർ, പെക്കോക്ക് എന്ന ഈ കപ്പലിന്റെ ഉടമസ്ഥര് രണ്ടുപേരാണ് പെലേഗ് ആൻഡ് ബിൽഡാഡ്. അവര് ഇസ്മയിലിനോടും അയാളുടെ സുഹൃത്തായ കിഗഗിനോടും പറഞ്ഞു കൊടുക്കുന്നു, അതായത് ആഹാബ് മോബി ഡിക്ക് എന്ന ഒരു വലിയ തിമിംഗലവുമായിട്ട് ഫൈറ്റ് ഉണ്ടായി, അതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറുകയാണ്. അദ്ദേഹത്തിന് കാല് നഷ്ടപ്പെട്ടു, അതായത് കാലിൽ നല്ല മുറിവുണ്ടായി. അതിൻ്റെയൊക്കെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് അദ്ദേഹം റിക്കവർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ ഈ പ്രശ്നമായിരിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു ഇൻസ്റ്റെബിലിറ്റിക്ക് കാരണമെന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആൻഡ് ദ Pequod sailed and the crew soon informed that it is unlike other whaling missions because Ahab intends to hunt Moby Dick at any cost. ഈ സമയത്ത് പെക്കോഡ് അടുത്ത യാത്രയ്ക്ക് തയ്യാറാകുന്ന സമയത്ത് അതിലുള്ള ആളുകൾ അറിയിക്കുന്നു, അതായത് ഇപ്പോഴത്തെ യാത്ര എല്ലാപ്പോഴും പോലെയുള്ള ഒരു യാത്രയല്ല, മറിച്ച് ഇപ്രാവശ്യത്തെ യാത്ര ഒരു സ്പെഷ്യലാണ്. കാരണം ആഹാബ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, തന്നെ ആക്രമിച്ച ആ ബ്ലൂ വെയിലിനെ, ആ ഒരു തിമിംഗലത്തിനെ കണ്ടുപിടിച്ച് അതിനെ വേട്ടയാടി കൊല്ലുമെന്ന് ആഹാബ് തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ സ്പെഷ്യൽ ജേർണി ഓർ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വോയേജ്. ഇതൊരു പ്രത്യേക യാത്രയാണ്, ഒരു തീരുമാനിച്ചുറച്ച ഒരു യാത്രയാണ്. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ വൺ, ഇതൊരു പ്രത്യേകതയുള്ള ഒന്നാണ് എന്ന് പറയുന്നു. ആൻഡ് ആഹാബ് ആൻഡ് ദ ക്രൂ കണ്ടിന്യൂ ദെയർ ജേർണി. ആഹാബും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും യാത്ര തുടരുന്നു. ആൻഡ് ഫേസ്ഡ് എ ലോട്ട് ഓഫ് ഒബ്സ്റ്റക്കിൾസ്. അവര് ആ യാത്രയിൽ they had to face a lot of obstacles or problems. ഒരുപാട് പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരുന്നു. ക്യൂക്കക്ക് falls ill which prompts them to build a coffin in foreseeing the worst. ഈ യാത്രയുടെ ഇടയിൽ ഇസ്മയിലിന്റെ സുഹൃത്തായ ക്യൂക്കഗിന് അസുഖമാകുന്നു. അങ്ങനെ അദ്ദേഹം ബെഡ് റിഡൺ ആണ്, അതായത് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ അത്രത്തോളം അവശനായി മാറുന്നു. ആൻഡ് ഇറ്റ് പ്രോംപ്റ്റഡ് ദം ടു മേക്ക് എ കോഫിൻ. ഇത് അയാളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് കപ്പലിലുള്ള ആളുകൾ ചിന്തിക്കുന്നു, അദ്ദേഹം വേഗം തന്നെ മരിച്ചു പോകും, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു ശവപ്പെട്ടി ഉണ്ടാക്കുന്നു. അങ്ങനെ ആ ശവപ്പെട്ടി ഉണ്ടാക്കി അവര് അദ്ദേഹത്തിന്റെ ആ ഒരു മോശമായ അവസ്ഥ കണക്കാക്കിയാണ് ശവപ്പെട്ടി ഉണ്ടാക്കുന്നത്. But after his recovery, the coffin becomes a lifeboat that saves Ismail's life. പക്ഷേ ആ ശവപ്പെട്ടി ഉപയോഗിക്കേണ്ടതായി വരുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം കിഗഗ് അസുഖം ഭേദമാകുന്നു. അങ്ങനെ അസുഖം ഭേദമായതിനു ശേഷം ഈ ശവപ്പെട്ടി അവരൊരു ലൈഫ് ബോട്ടായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ലൈഫ് ബോട്ടിലാണ്, അല്ലെങ്കിൽ ആ ഒരു ശവപ്പെട്ടിയിലാണ് ഇസ്മയിലിന് അയാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നത്. One of his crew members prophesies Ahab's future death, which he ignores. ഈ സമയത്ത് നമ്മൾ പറഞ്ഞു ആഹാബ് ഈസ് ഡിസൈഡഡ് ഇൻ ഹിസ് മൈൻഡ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ തീരുമാനിച്ചു ദാറ്റ് ഹി ഹാസ് ടു ഹണ്ട് മോബി ഡിക്ക്. മോബി ഡിക്കിനെ ഹണ്ട് ചെയ്യണം, അതിനെ വേട്ടയാടി കൊന്നു തന്നെ ഉപദ്രവിച്ച് അതിനെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്നതാണ് ആഹാബ്. അതുകൊണ്ട് ആഹാബിന്റെ ആ ഒരു തീരുമാനത്തെ കപ്പലിലുള്ള ഒരാൾ എതിർക്കുന്നു. അദ്ദേഹം പറയുന്നു, അയാൾ മുൻകൂട്ടി പ്രവചിക്കുന്നു, നിന്റെ മരണം ഏകദേശം അടുത്തിട്ടുണ്ടെന്നും മുൻകൂട്ടി പ്രവചിക്കുന്നു. പക്ഷേ ആഹാബ് അത് നിരാകരിക്കുന്നു. ആ ഒരു പ്രോഫസി, ആ ഒരു പ്രവചനം അയാൾ ചെവിക്കൊള്ളുന്നില്ല. ആൻഡ് ആഫ്റ്റർ 3 days Moby Dick was spotted and it began to attack the ship, destroyed everything and killed everyone except Ismail. അങ്ങനെ 3 ദിവസത്തെ യാത്ര നമ്മൾ പറഞ്ഞു. ആ യാത്രയിൽ they had to face a lot of problems. ആ മുന്നോട്ടുള്ള യാത്രയിൽ 3-ാമത്തെ ദിവസം മോബി ഡിക്കിനെ കണ്ടുപിടിച്ചു. അങ്ങനെ മോബി ഡിക്കിനെ കണ്ടുപിടിച്ച സമയത്ത് ആ വെയിൽ, ആ തിമിംഗലം ഈ കപ്പൽ ആക്രമിക്കുന്നു. അങ്ങനെ കപ്പൽ ആക്രമിച്ച് എല്ലാ ആളുകളെയും കൊന്നൊടുക്കുന്നു. അതിൽ ആകെ ഒരാൾ മാത്രമാണ് രക്ഷപ്പെടുന്നത്, അത് ഇസ്മയിലാണ്. ഇസ്മയിൽ സർവൈവ്സ് ബൈ ഫ്ലോട്ടിംഗ് ഓൺ ക്യൂക്കക്സ് കോഫിൻ until he was rescued by another shipwrecker. ഈ നമ്മൾ പറഞ്ഞു ക്യൂക്കക് അസുഖമായ സമയത്ത് അദ്ദേഹത്തിന്റെ മോശം അവസ്ഥയിൽ അദ്ദേഹം ഏകദേശം മരണത്തെ മുഖാമുഖം കണ്ട സമയത്ത്
കപ്പലിലുള്ള മറ്റാളുകളും ശവപ്പെട്ടി ഉണ്ടാക്കിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് ഉപയോഗിക്കേണ്ടി വന്നില്ല, അദ്ദേഹം റിക്കവറായി. അങ്ങനെ റിക്കവറായ സമയത്ത് ആ ശവപ്പെട്ടി ലൈഫ് ബോട്ടാണ് ഉപയോഗിച്ചത്. ലൈഫ് ബോട്ടായി ഉപയോഗിച്ച സമയത്ത് ഇസ്മയിൽ മാത്രമാണ് അതിൽ രക്ഷപ്പെടുന്നത്. ബാക്കി എല്ലാ ആളുകളെയും ആ കപ്പൽ ആക്രമിച്ച് മോബി ഡിക്ക് കൊന്നുകളയുന്നുണ്ട്. ആൻഡ് ദസ് ഹി വാസ് റെസ്ക്യൂഡ് ബൈ അനദർ ഷിപ്പ് റേച്ചൽ. ഈ ശവപ്പെട്ടിയിൽ ഒഴുകി നടന്ന ഇസ്മയിലിനെ റേച്ചൽ എന്ന മറ്റൊരു കപ്പലാണ് വന്ന് രക്ഷിക്കുന്നത്. അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ നോവൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, ബിബ്ലിക്കൽ ക്യാരക്ടേഴ്സ് ആണ് ഇതിനകത്ത് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സമയം കാണാം. സോ വി കെൻ സി അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ. ബൈബിളിലുള്ള പല കഥാപാത്രങ്ങളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇസ്മയിൽ വാസ് ദി ഇല്ലെജിറ്റിമേറ്റ് സൺ ഓഫ് അബ്രഹാം ആൻഡ് വാസ് കാസ്റ്റ് അവേ ആഫ്റ്റർ ഇസാക്ക് വാസ് ബോൺ. ഇസ്മയിൽ അബ്രഹാമിന്റെ ജാരസന്തതിയാണ്. അതേപോലെ തന്നെ ഇസാക്ക് ജനിച്ച സമയത്ത് അവനെ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇസ്മയിൽ. ആഹാബ് ഇൻ ഹീബ്രു ബൈബിൾ വാസ് an evil king who led the Israelites into a life of idolatry. ഇനി ആഹാബ് എന്ന വ്യക്തി ഒരു രാജാവാണ്. ഹീബ്രു ബൈബിളിലെ ഒരു രാജാവാണ് ആഹാബ്. അദ്ദേഹമാണ് ഇസ്രായേൽ ജനതയെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ച രാജാവ്. ആൻഡ് Melville's Ahab is also obsessed with an idol, Moby Dick, that causes the death of his crew. ഇവിടെ ആഹാബ് എന്ന വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിച്ച രാജാവിനെ പോലെ തന്നെ മെൽവില്ലിയുടെ ആഹാബ് എന്ന ഈ ക്യാപ്റ്റൻ, അദ്ദേഹവും ഒരു വിഗ്രഹത്തെ മനസ്സിൽ കൊണ്ട് നടക്കുന്നു. ആ വിഗ്രഹം മോബി ഡിക്ക് എന്ന വിഗ്രഹമാണ്. ആ തൻ്റെ കാല് തകർത്ത് കളഞ്ഞ മോബി ഡിക്കിനെ കൊല്ലണമെന്ന ശക്തമായ ആഗ്രഹത്തോടു കൂടിയാണ് ആഹാബ് കടലിലേക്ക് പോകുന്നത്. ആ മോബി ഡിക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കപ്പലിലുള്ള എല്ലാ ആളുകളെയും ഇസ്മയിൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരെയും കൊന്നുകളഞ്ഞു. ആ വിഗ്രഹാരാധനയിലൂടെ ഇസ്രായേൽ ജനതയ്ക്ക് നാശം സംഭവിച്ച അതേപോലെ തന്നെയാണ് ഇവിടെ മോബി ഡിക്ക് എന്ന ആ വിഗ്രഹത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിലൂടെ ആ കപ്പൽ ജനതയ്ക്ക് നാശം സംഭവിച്ചത്. And the ship that saved Ismail was Rachel, that is named for the mother of Joseph, famous for the interceding to protect her children. ഇവിടെ റേച്ചൽ എന്ന കപ്പലിലാണ് നമ്മുടെ ഇസ്മായിലിനെ രക്ഷിക്കുന്നത്. അതായത് ശവപ്പെട്ടിയിൽ നമ്മുടെ ക്യൂക്കക്കിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ശവപ്പെട്ടിയാണ്. ആ ശവപ്പെട്ടിയിൽ ഒഴുകി നടന്ന ഇസ്മായിലിനെ രക്ഷിക്കുന്നത് റേച്ചൽ എന്ന കപ്പലാണ്. ആ റേച്ചൽ എന്ന കപ്പലിന്റെ റേച്ചൽ എന്ന പേര് ജോസഫിന്റെ അമ്മയുടെ പേരാണ്. മക്കളെ മാറോട് ചേർത്തണയ്ക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മക്കളോടുള്ള സ്നേഹത്തിന്റെ പ്രതിരൂപമായ ആ അമ്മ, ആ കപ്പലിലാണ് നമ്മുടെ ഇസ്മായിലിനെ രക്ഷിക്കുന്നത്. ആൻഡ് ഇൻ ദ ബുക്ക് ഓഫ് ജെറമിയ, who convinced God to end the exile placed upon the Jewish tribes for adultery. ഇനി ഈ റേച്ചലാണ് ജെറമിയ എന്ന പുസ്തകത്തിൽ, ബൈബിളിലെ ജെറമിയയില് ദൈവത്തെ ബോധ്യപ്പെടുത്തുന്നത്. അതായത് ഈ ഇസ്രായേൽ ജനതയെ, വിഗ്രഹാരാധനയിൽ അകപ്പെട്ടു പോയ ഇസ്രായേൽ ജനതയെ രക്ഷിക്കണമെന്ന് ദൈവത്തോട് ആവശ്യപ്പെടുന്നത് റേച്ചലാണ്. റെസ്ക്യൂ ഓഫ് ഇസ്മായിൽ ത്രൂ ദ ഷിപ്പ് റേച്ചൽ is regarded as his return from his exile, that is being a member of Pecos crew. ഇനി ഇസ്മയിൽ രക്ഷപ്പെട്ട് റേച്ചൽ എന്ന കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട് അദ്ദേഹം തിരിച്ചു വരുന്നത് കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു പലായനം അല്ലെങ്കിൽ ആ ഒരു അലഞ്ഞു തിരിയുന്ന യാത്രയിൽ നിന്നുള്ള അദ്ദേഹത്തിന്റെ മോചനമാണ്. അതായത് പെക്കോഡ് എന്ന കപ്പലിന് അലഞ്ഞു നടന്ന ആ അലച്ചിലിന്റെ അവസാനമാണ് റേച്ചൽ എന്ന കപ്പൽ അദ്ദേഹം തീരത്തേക്ക് അണയുന്നത് കാണിക്കുന്നത്. And the whale Moby Dick is a biblical symbol or striking symbol of nature savage without ill will. ഇതില് മോബി ഡിക്ക് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ് ക്യാൻ ബി റിഗാർഡഡ് ആസ് എൻ ഐഡൽ, ഒരു വിഗ്രഹം പോലെ തന്നെയാണ് മോബി ഡിക്ക്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് എ സിംബൽ, സ്ട്രിക്റ്റ് ഓർ സ്ട്രൈക്കിംഗ് സിംബൽ, വളരെ ശക്തമായ ഒരു പ്രതിരൂപമാണ് നേച്ചറിന്റെ, പ്രകൃതിയുടെ, അതായത് പ്രകൃതി ശക്തിയെ നമുക്ക് നശിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സിംബൽ. അതേപോലെ തന്നെ സാവേജ് മീൻസ് അൺകൾച്ചേർഡ്, പ്രാചീനമായിട്ടുള്ള ഇവിടെ എന്താണ്
അൺകൾച്ചേർഡ് എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ പ്രാചീനമായിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സിമ്പൽ. അതേപോലെ നാച്ചുറൽ ഫോഴ്സിന് ഉദാഹരണമാണ്. ദ മേജർ തീംസ് ഓഫ് ദിസ് നോവൽ ആർ ഒബ്സഷൻ ആൻഡ് റിവെഞ്ച്. ഒബ്സഷൻ ആൻഡ് റിവെഞ്ച്, അതായത് പ്രതികാര തീവ്രത അല്ലെങ്കിൽ പ്രതികാരം ചെയ്യണമെന്നുള്ള ആ ഒരു ത്വരയാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട തീം. ഒബ്സഷൻ ആൻഡ് റിവെഞ്ച്. ഇവിടെ ആഹാബിന് തന്റെ കാല് തകർത്ത മോബി ഡിക്കിനോടുള്ള പ്രതികാരം, അതാണ് ഇവിടുത്തെ ആ ഒരു പ്രധാനപ്പെട്ട തീം. ഇതില് നിങ്ങൾക്ക് ചോദിക്കാവുന്ന മെയിൻ പോയിന്റ്സ്, ഫസ്റ്റ് വൺ മോബി ഡിക്ക് എന്ന ആ ഒരു ടൈറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ എന്താണ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് ടൈറ്റിൽ, ആ ടൈറ്റിൽ ചോദിക്കാം. അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ടൈറ്റിൽ ദ വെയിൽ എന്നാണ് ആദ്യത്തെ ടൈറ്റിൽ, അതിനെക്കുറിച്ച് ചോദിക്കാം. പിന്നീട് ചോദിക്കാവുന്നത് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ആഹാബ്. പിന്നീട് ചോദിക്കാവുന്നത് അലിഗോറിക്കൽ റെപ്രസെന്റേഷൻസ് ദാറ്റ് ക്യാൻ ബി സീൻ ഇൻ ദ നോവൽ മോബി ഡിക്ക്. പിന്നീട് ചോദിക്കാവുന്നത് പെക്കോഡ് എന്ന കപ്പലിനെ കുറിച്ച് ചോദിക്കാം. അതേപോലെ തന്നെ സിംബോളിക് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഷിപ്പ് റേച്ചൽ. റേച്ചൽ എന്ന കപ്പലിന്റെ സിംബോളിക് സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ അലിഗോറിക്കൽ റെപ്രസെന്റേഷൻ എന്താണ്, ആ ഒരു സാമ്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയുമാണ് ഇതിനകത്ത് മെയിൻ പോയിന്റ്സ്. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.